ഇറ്റ്സ് മീ ഷെല്യാസ് ഫ്രം ഗുഡ് ഡിസൈൻ. പുതിയൊരു കളക്ഷൻ ആണ്. ലോട്ടസ് സിൽക്കിൽ വരുന്ന നല്ല സൂപ്പർ സെറ്റ് കേട്ടോ. അതിലേക്ക് നല്ല മസ്ലിൻ സിൽക്കിൽ വരുന്ന ദുപ്പട്ടയാണ് വരുന്നത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്ന പേജിന്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം. വെബ്സൈറ്റ് ഐഡി വരുന്നത് കൂടെ ഓൺലൈൻ.in ആണ്. നമുക്ക് റീപ്ലേസ്മെന്റ് റീഫണ്ട് ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം. മൊത്തം 6 ഷെയ്ഡാണ് വരുന്നത്. 6 അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ടോണിൽ വരുന്നതാണ്. ബേബി പിങ്കിലേക്ക് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ്. നല്ല നീറ്റ് ആയിട്ട് കിടക്കും. ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്ത ബെസ്റ്റ് ആണ് കേട്ടോ. നല്ല ഫ്ലോയി ആയിട്ട് കിടക്കും. അതിലേക്ക് കോട്ടൺ റയോണിൽ തന്നെ വരുന്ന ബോട്ടാണ്. സിമിലർ ടോണിൽ വരുന്ന ബേബി പിങ്കിൽ വരുന്ന ബോട്ടം കേട്ടോ. ഓക്കെ, നെക്ക് പാർട്ട് ഇതുപോലെ ലോങ് പാരലൽ ആയിട്ട് ഫുള്ള് മേലെ തുടങ്ങിയിട്ടുള്ള പാരലൽ ലൈനാണ് എൻഡ് ചെയ്യുന്നത്. ലോവർ ഏരിയയിലാണ്. 48 ആയിരിക്കും ടോപ്പ് ലെങ്ത് വരിക. 48 to 49 ടോപ്പ് ലെങ്ത് ഉണ്ടായിരിക്കും. 4XL ആണ് സൈസ്. സൈഡിലുള്ളതാണ് സ്ലീവിന്റെ ഏരിയ വരിക കേട്ടോ. ബാക്ക് പോർഷൻ ഇതുപോലെ വരും. ഓക്കെ, നല്ലൊരു ഷെയ്ഡാണ്. നല്ല കംഫർട്ടബിൾ. ദുപ്പട്ടയൊക്കെ ഇട്ടിട്ട് നല്ല നീറ്റ് ആയിട്ട് അതേപോലെ കിടക്കുന്നുണ്ട്. അതിലേക്ക് നല്ല മസ്ലിൻ സിൽക്കിൽ വരുന്ന ദുപ്പട്ട വിത്ത് 4 സൈഡ് ടെസൽഡ് ആണ്. ഫസ്റ്റ് വൺ ആണ് ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്, സെക്കൻഡ് ടോൺ വരുന്നത് നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിൽ വരുന്നത്. അതിലേക്കും ഇതുപോലെ തന്നെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് വരുന്നത്. ഒരു പാകിസ്ഥാനി ടച്ച് വരുന്ന ടൈപ്പ് ഓഫ് നെക്ക് ആണ് വരുന്നത്. കുറച്ച് ലോങ് നെക്ക് ആയിട്ടുള്ള ബോട്ടം വരുന്നത് റയോൺ കോട്ടണിൽ വരുന്ന ബോട്ടം വിത്ത് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റഡ് ടോപ്പ്. 48 to 49 ആണ് ടോപ്പ് ലെങ്ത് വരിക. കംഫർട്ടബിൾ ആണ്. ലോട്ടസ് സിൽക്ക് എന്നുള്ളത് നല്ല കംഫർട്ടബിൾ ആണ്. ഒരു ഷിമ്മർ എഫക്റ്റ് ഉണ്ടായിരിക്കും. അത് ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആയ കാരണം ഭയങ്കരമായിട്ട് വിസിബിളും അല്ല ഷിമ്മർ എഫക്റ്റ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ദുപ്പട്ട മസ്ലിൻ സിൽക്ക് ആണ്. സോഫ്റ്റ് ആൻഡ് ഫൈൻ ആയിട്ടുള്ള മസ്ലിൻ സിൽക്ക് ദുപ്പട്ടയാണ്. സെക്കൻഡ് ഷെയ്ഡ് ആണ് നല്ല പൗഡർ ബ്ലൂ ടോൺ വരുന്നത് കേട്ടോ. അടുത്തത് തേർഡ് ഷെയ്ഡ് വന്നിട്ട് ലൈറ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡ്, അല്ലെങ്കിൽ പേസ്റ്റൽ ഗ്രീൻ എന്ന് പറയും. പേസ്റ്റൽ ഗ്രീൻ ടോൺ ആണ് തേർഡ് ഷെയ്ഡ് വരുന്നത്. അതിലേക്ക് ഇതുപോലെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേൺ വരുന്നതാണ്. ഷിമ്മർ മസ്ലിൻ കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. അതിന്റെ ടോപ്പ് വരുന്നത് ലോട്ടസ് സിൽക്ക് എന്ന് പറയാം. ഷിമ്മർ ടൈപ്പിൽ വരുന്ന ഒരു മസ്ലിൻ ആണ് കേട്ടോ. അതുപോലെ 48 to 49 ആണ് ടോപ്പ് ലെങ്ത് വരിക. 4XL സൈസ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വരും. ഈ ഫ്രണ്ട് ഏരിയ നോക്കിയേ, ഇതുപോലെ സീക്വൻസും സിൽക്ക് ത്രെഡൊക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെന്റർ പാർട്ട് 4XL സൈസ് ഉണ്ടായിരിക്കും. നെക്ക് പാർട്ട് ഇതുപോലെയാണ്. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. യൂസ് ചെയ്യാൻ നല്ല സുഖമുണ്ട്. ദുപ്പട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാലേ കറക്റ്റ് അവിടെ ഇങ്ങനെ നല്ല കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് ഫൈൻ ആയിട്ടുള്ള മസ്ലിൻ സിൽക്ക് ആണ്. തേർഡ് ഷെയ്ഡ് ആണ് പിസ്ത ഗ്രീൻ, അല്ലെങ്കിൽ പേസ്റ്റൽ ഗ്രീൻ. പിസ്ത ഗ്രീൻ എന്ന് പറയാം. പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. പേസ്റ്റൽ ഗ്രീനും പിസ്ത ഗ്രീനും മിക്സ്ഡ് ആയിട്ടുള്ള ഷെയ്ഡ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പെയിൽ യെല്ലോ ടോണിൽ വരുന്നതാണ്. പെയിൽ യെല്ലോയിലേക്ക് ഇതുപോലെ തന്നെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് വരിക. മെറ്റീരിയൽ വന്നിട്ട് ഷിമ്മർ മസ്ലിൻ, അല്ലെങ്കിൽ എന്താ പറയാ ലോട്ടസ് സിൽക്ക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ടൈപ്പിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. ബോട്ടം വരുന്ന റയോൺ കോട്ടൺ ആണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പ് സെറ്റും ബോട്ടം ആയാലും നമുക്കൊരു സിഗരറ്റോ പാനലിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്ന ബോട്ടം ക്ലോത്ത് ആണ്. നെക്ക് പാർട്ട് ഇതുപോലെ വരും. ആ ഫ്ലോറൽ ഡിസൈനിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സീക്വൻസും അതുപോലെ തന്നെ സിൽക്ക് ത്രെഡ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡ് പോർഷനിൽ കാണാണ് സ്ലീവ് ഏരിയ വരുന്നത് കേട്ടോ. കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ്. 48 to 49 ആണ് ടോപ്പ് ലെങ്ത് വരിക. 48 to 49 ആണ് ടോപ്പ് ലെങ്ത് വരിക. 4XL സൈസ് ഉണ്ടായിരിക്കും. ദുപ്പട്ട വരുന്നതും പെയിൽ യെല്ലോയില് നല്ല സോഫ്റ്റ് ആൻഡ് ഫൈൻ ആയിട്ടുള്ള മസ്ലിൻ സിൽക്കിൽ വരുന്നത് ദുപ്പട്ട. കംഫർട്ടബിൾ ദുപ്പട്ട കേട്ടോ ഇതിൽ വരുന്നത്. അടുത്തത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു എന്ത് ഷെയ്ഡാ പറയാ, ഒരു ഓഷ്യൻ ഗ്രീനിന്റെ ഒരു ലൈറ്റ് ടോണിലാണ് വരുന്നത് കേട്ടോ. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ടോണാണ് വരിക. അതിലേക്ക് ഇതുപോലെ തന്നെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡിസൈൻ. നമുക്ക് തോന്നുന്നു അങ്ങനെ ജസ്റ്റ് ഹാൻഡ് വർക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്ത ഒരു ഫീല് വരുന്നുണ്ട്. ആക്ച്വലി അതൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ്. നെക്കിലേക്ക് ഇങ്ങനെ ഒരു പാരലൽ ലൈൻസ് വന്നിട്ട് കേട്ടാ ഇതുപോലെ ആ ഒരു ഫ്ലോറൽ ഫ്രണ്ടിൽ കാണുന്ന ഫ്ലോറൽ ഡിസൈനൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്ക് പാർട്ടിലായാലും ഇവിടെ ലോവർ ഏരിയയിലായാലും ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ്. ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. സോഫ്റ്റ് മസ്ലിനിലായിട്ടുള്ള മസ്ലിൻ സിൽക്കിൽ വരുന്ന ദുപ്പട്ട വിത്ത് 4 സൈഡ് ടെസൽസ് വരുന്ന സൂപ്പർ കംഫർട്ടബിൾ ദുപ്പട്ടയാണ് ഒരു സെറ്റ് വരുന്നത്. അടുത്ത 5th ഷെയ്ഡാണ് വരുന്നത്. നെക്സ്റ്റ് 6th വൺ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഞാനത്തെ സെയിം ഷെയ്ഡാണ്. ഇതൊരു ആക്ച്വലി ഒരു പിങ്കിഷ് പീച്ച് എന്ന് പറയാം. പിങ്കും പീച്ചും കൂടെ ഒരു ബ്ലെൻഡ് ആയ ഒരു ടോണാണ് വരുന്നത് കേട്ടോ. പേസ്റ്റൽ ഷെയ്ഡിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്യുക. പേസ്റ്റൽ ടോൺ തന്നെയാണ് വരുന്നത്. മൾട്ടി കളേർഡ് ആണ്. ഡിസൈൻ ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ചെറിയ ചെറിയ വേരിയേഷൻ ആണ് വരുന്നത്. അതിലെ ഫ്രണ്ട് പാർട്ടിൽ വരുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സീക്വൻസും അതുപോലെ തന്നെ സിൽക്ക് ത്രെഡും വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ലോങ് ആയിട്ടുള്ള നെക്ഡ് പാറ്റേൺ. 48 to 49 ആണ് ടോപ്പ് ലെങ്ത് വരിക. 4XL സൈസ് ഉണ്ടായിരിക്കും.
ബാക്ക് പോർഷൻ ഇതുപോലെ തന്നെ സെയിം, ഫ്രണ്ടും ബാക്കും ഓൾമോസ്റ്റ് സെയിം. നല്ലൊരു ഷെയ്ഡാണ്, ഏത് സ്കിൻ ടോണിലും മാച്ച് ആവുന്ന ഷെയ്ഡ് കേട്ടോ. പിങ്കിഷ് പീച്ച് ടോണില് ഇതുപോലെ തന്നെ മസ്ലിൻ സിൽക്കിൽ വരുന്നത് ദുപ്പട്ട വിത്ത് 4 സൈഡ് ടെസൽസ് വരുന്നത് കേട്ടോ. കംഫർട്ടബിൾ ദുപ്പട്ടയാണ് കേട്ടോ. അപ്പൊ തലയിൽ ഞാൻ ഇട്ടിട്ട് ഇതുവരെ കൈ തലയിൽ പോയില്ലല്ലോ, അത്രയും കംഫർട്ടബിൾ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട കേട്ടോ. അപ്പൊ ഇതാണ് ലാസ്റ്റ് വൺ വരുന്നത്. 6 ഷെയ്ഡാണ്, 6 അടിപൊളിയാണ്. ഒരു റയർ ഒരു ഷെയ്ഡ് കേട്ടോ. പേസ്റ്റൽ ടോണിലെല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡുകൾ. അപ്പൊ ഇഷ്ടമായതിന്റെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ സെൻഡ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് റിസൾട്ട് വരാം. അതിലേക്കും ബൈ.